പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സുപ്രീം കോടതിയിൽ ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി എ രാജയ്ക്ക് MLA സ്ഥാനത്ത് തുടരാം എന്നാണ് വിധി. നേരത്തെ എ രാജയെ അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. ഇപ്പോൾ എ രാജ അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചയാളാണ്. അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ നിർണായക വിധി വരുന്നു. എ രാജയ്ക്ക് MLA സ്ഥാനത്ത് തുടരാം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. തെരഞ്ഞെടുപ്പ് ഫലം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, എന്താണ് കോടതി പറയുന്നത്? ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലം ശരിവെക്കുകയും സുപ്രീം കോടതി ചെയ്തിരിക്കുന്നു. ഇതോടെ എ രാജയ്ക്ക് MLA ആയി തുടരാം എന്നുകൂടി ഇപ്പോൾ സുപ്രീം കോടതി പറയുകയാണ്. MLA സ്ഥാനം തനിക്ക് അല്ലെങ്കിൽ MLA ആയി തുടരാൻ അവകാശമുണ്ടെന്നായിരുന്നു എ രാജ സുപ്രീം കോടതിയിൽ നിരന്തരം വാദിച്ചിരുന്നത്. അതിപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയായിരുന്നു. എതിർവാദങ്ങളെല്ലാം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി ഈ വിഷയത്തിൽ രാജയുടെ ഈ 2023 മാർച്ച് 20-നായിരുന്നു രാജയുടെ തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കുകയും തുടർന്ന് രാജ സുപ്രീം കോടതിയിൽ സമീപിക്കുകയുമായിരുന്നു. ഈ സമയത്ത് സുപ്രീം കോടതി അത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുകയും ഉപാധികളോടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. തുടർന്ന് രാജയ്ക്ക് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വോട്ട് വരാം. ഇപ്പോൾ ഡി കുമാർ എ രാജയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ്. കുമാർ, സുപ്രീം കോടതി വിധി താങ്കൾക്കെതിരാണ്, എന്തു പറയുന്നു? അതായത് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം വളരെ വ്യക്തമാണ്. ഹൈക്കോടതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ അത് പരിശോധിക്കുകയും അത് കൃത്യമായിട്ടുള്ള വിധി കിട്ടുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് അത് സുപ്രീം കോടതി ആ വിധി അതില് തെളിവുകൾ സഹിതം അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് എനിക്കൊരു അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് SC പട്ടികജാതിക്ക് എതിരെ വന്നിട്ടുള്ള ഒരു വിധിയാണെന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ പുള്ളി ക്രിസ്ത്യാനിയാണ്, അങ്ങേര് ജ്ഞാനസ്ഥാനം എടുത്തിട്ടുള്ള ആളാണ്. അതിലൂടെ എല്ലാ രേഖകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്.